പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, രാഷ്ട്രീയ കേരളം ശ്രദ്ധിച്ചേക്കാവുന്ന ഒരു വലിയ വാർത്തയായി ഇന്ന് ചില ദൃശ്യമാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത, പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ BJP അല്ലെങ്കിൽ NDA സ്ഥാനാർത്ഥിയായി രംഗത്തെത്തിയേക്കും എന്നുള്ളതാണ്. കെ മുരളീധരൻ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെയും പത്മജയെയും നമുക്കങ്ങനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. കെ മുരളീധരന് തുല്യമായ ലീഡറുടെ ഒരു ബയോളജിക്കലായിട്ടുള്ള പൈതൃകം അവകാശപ്പെടാമെന്നല്ലാതെ പത്മജ ഒരു തലയെടുപ്പുള്ള നേതാവായോ അല്ലെങ്കിൽ ഒരു എഫിഷ്യൻറ്റ് ലീഡർഷിപ്പുള്ള ഒരാളായിട്ടോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പത്മജയെ പലപ്പോഴും ഓർക്കുന്നത്, ഈ ജോൺ ബ്രിട്ടാസ്, ഇപ്പോഴത്തെ രാജ്യസഭാ MP, കൈരളി ചാനലിലെ റിപ്പോർട്ടറായിരുന്ന സമയത്ത് ജോൺ ബ്രിട്ടാസ് ചില ദിവസങ്ങളിൽ ഇങ്ങനെ ചില അഭിമുഖങ്ങൾ നടത്തും. അങ്ങനെ പത്മജ വേണുഗോപാലുമായി നടത്തിയിരുന്ന അഭിമുഖങ്ങൾ ഞാൻ ഓർക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതങ്ങനെ സൂചിപ്പിക്കാൻ കാരണം, ആ അഭിമുഖങ്ങൾ കണ്ടു കഴിഞ്ഞാൽ പത്മജ ഒരു നേതൃഗുണമുള്ള ഒരു നേതാവായിട്ട് നമുക്ക് തോന്നുകയില്ല. അങ്ങനെ ആ അഭിമുഖത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അത്ര വലിയൊരു നേതാവായിട്ട് പത്മജയെ നമുക്ക് കാണാൻ കഴിയില്ല. പല തെരഞ്ഞെടുപ്പുകളിലും അവർ മത്സരിച്ചു. തെരഞ്ഞെടുപ്പുകൾ വിജയിക്കുന്നില്ല എന്നുള്ളത് കൊണ്ട് അവർ നല്ല നേതാവല്ല എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ലീഡറുടെ ഒരു വലിയ പിന്തുണ ഉണ്ടായിട്ടും അവർക്ക് വലിയ പരാജയമാണ് എപ്പോഴും ഉണ്ടായിട്ടുള്ളത്. മുകുന്ദപുരത്ത്, അതുപോലെ തന്നെ പലയിടങ്ങളിലും ഒരു തൃശ്ശൂർ ലോക്സഭയിലേക്കും ഒക്കെ അവർ പലതവണ മത്സരിച്ചു. ചില ഘട്ടങ്ങളിലെല്ലാം കോൺഗ്രസ്സിനകത്തുണ്ടായിരുന്നപ്പോഴും അവർ ഈ മുമ്പൊരു പെട്ടി വിവാദം ഉണ്ടായിരുന്നു. അങ്ങനെ കെ മുരളീധരനൊരു പാരയാകാൻ കോൺഗ്രസ്സിനകത്ത് നിൽക്കുമ്പോൾ പോലും അവർ ശ്രമിച്ചിരുന്നു. അതായത് കൊല്ലം ജില്ലയിലെ ശൂരനാട് രാജശേഖരനാണെന്ന് തോന്നുന്നു, അദ്ദേഹവുമായി ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ പല വാർത്തകൾ വരുമ്പോൾ പലപ്പോഴും കെ മുരളീധരൻ്റെ സാധ്യതകളെ ഇല്ലാതാക്കുന്ന ഒരു പാര വെക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ബാഹ്യശക്തികൾ കെ മുരളീധരനും പത്മജയും ഒക്കെ, ഞാൻ പറയുന്നത് 2005 മുമ്പുള്ള കാലം, അന്നും പത്മജ ഒരു സ്പോയിലറായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ സംഭവിക്കാനുള്ളത്, ഇതിൻ്റെ ഒരു പ്രസക്തി എന്ന് പറയുന്നത്, ഈ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP 4ാം സ്ഥാനത്തായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. പക്ഷേ അതേസമയം 2014 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, നേമം, തിരുവനന്തപുരം ജില്ലകളിൽ BJPക്ക് മുൻതൂക്കമുണ്ട്. അതായത് ലോക്സഭാ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ അവർ മുന്നിൽ വന്ന മണ്ഡലങ്ങളാണ്. അതേസമയം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് അനുസരിച്ച് നേമത്ത് മാത്രമേ അന്ന് അവർക്ക് മുൻതൂക്കം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അത് BJP ദേശീയ തലത്തിൽ അധികാരത്തിൽ വരാനിരിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക് കിട്ടുന്ന ഒരു പിന്തുണയാണ്. ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവിൽ മുരളീധരൻ മത്സരിച്ച ഘട്ടത്തിൽ അദ്ദേഹത്തിന് ആദ്യത്തെ തവണ മത്സരിക്കുമ്പോൾ 2011 50% വോട്ട് അദ്ദേഹം അവിടെ നേടുന്നുണ്ട്. അതുപോലെ തന്നെ 2016 സംസ്ഥാനത്തുടനീളം ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കോൺഗ്രസ്സോ അല്ലെങ്കിൽ UDF നേടിയ അപൂർവം സീറ്റുകളിലൊന്ന് കെ മുരളീധരൻ മത്സരിച്ച വട്ടിയൂർക്കാവായിരുന്നു. അന്ന് അദ്ദേഹം 37% വോട്ട് അവിടെ നേടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മുൻ തിരുവനന്തപുരം മേയർ VK പ്രശാന്ത് മത്സരിക്കാൻ തുടങ്ങിയതിന് ശേഷം അവിടെ 44% വോട്ട് CPM നേടുന്നുണ്ട്. അഥവാ പത്മജ, എനിക്ക് തോന്നുന്നില്ല പത്മജ വേണുഗോപാൽ BJP സ്ഥാനാർത്ഥിയായി വട്ടിയൂർക്കാവിൽ വരുമെന്ന്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ BJPക്ക് സംഭവിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സംഭവിക്കുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരമായിരിക്കും അതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം BJPക്കകത്ത് തന്നെ നല്ല നേതാക്കൾ, അവരുടെ നിലപാടുകളൊക്കെ പറയാൻ കഴിയുന്ന നല്ല നേതാക്കളുണ്ട്. വർഷങ്ങളായി ഇപ്പോൾ ഈ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം പോലെയുള്ള സീറ്റുകളിൽ മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ധാരാളം ആളുകൾ അവരുടെ കൂട്ടത്തിലുണ്ട്. ഇപ്പോൾ നടൻ കൃഷ്ണകുമാറിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ നിന്ന് മുൻ DGP ശ്രീലേഖ മാഡത്തിൻ്റെ പേര് കേൾക്കുന്നുണ്ട്. അതുപോലെ പല ആളുകളുണ്ട്. ഇപ്പോൾ ഈ MT രമേശിനൊക്കെ പോലെയുള്ള BJPക്കകത്തുള്ള ചില നേതാക്കൾ, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് നമുക്ക് യോജിപ്പില്ലെങ്കിലും അവരുടെ നിലപാടുകൾ വ്യക്തമായി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ വളരെ കഴിവുള്ള നേതാക്കളായിട്ടാണ് എനിക്ക് MT രമേശിനെ പോലെയുള്ള ആൾക്കാരെയൊക്കെ തോന്നിയിട്ടുള്ളത്.
അപ്പോൾ അത്തരത്തിൽ വലിയൊരു നിര നേതാക്കൾ തന്നെ ഇപ്പോൾ 8 മണ്ഡലങ്ങളിലോളം ശോഭാ സുരേന്ദ്രൻ്റെ പേര് BJP പരിഗണിക്കുന്നുണ്ട്. അപ്പോൾ മത്സരിച്ച് കഴിഞ്ഞാൽ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ പത്മജ വേണുഗോപാലിനെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് ആ സാധ്യത BJP ഇല്ലാതാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. അഥവാ പത്മജ വേണുഗോപാൽ വട്ടിയൂർക്കാവിൽ BJP സ്ഥാനാർത്ഥിയായി എത്തുകയാണ് എങ്കിൽ VK പ്രശാന്തും മുരളീധരനുമാണ് LDFന് വേണ്ടി UDFന് വേണ്ടി രംഗത്തിറങ്ങുന്നത് എങ്കിൽ പത്മജ വേണുഗോപാൽ 3ാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത. മറ്റ് ഒരു ജില്ലകളുടെ അടിസ്ഥാനത്തിൽ 4 ജില്ലകളിൽ LDFന് മുൻതൂക്കം ലഭിക്കും എന്നുള്ള രീതിയിൽ ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിരുന്നു. അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇതായിരുന്നു: എല്ലാ ജില്ലകളിലും ഒരുപോലെ മുൻതൂക്കമുണ്ടാക്കിക്കൊണ്ടല്ല ഒരു മുന്നണി അധികാരത്തിൽ വരുന്നത് എന്നാണ് ഞാനത് സമർത്ഥിച്ചത്. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പറയാനുള്ള ഒരു കാര്യം, അന്ന് എനിക്ക് ആ വീഡിയോ അവതരിപ്പിച്ചപ്പോൾ ഒരു തെറ്റുപറ്റി. മലപ്പുറം ജില്ലയിൽ ഞാൻ തന്നെ ഷെയർ ചെയ്തിട്ടുള്ള 1300ഓളം ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോയെക്കുറിച്ചാണ് പറയുന്നത്. അത് എൻ്റെ ചാനലിലുണ്ട്. 1300ഓളം ആളുകൾ 400 വ്യൂ ആവാൻ അത് കുറച്ച് വ്യൂ കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ അതിനകത്ത് പറയുന്നത് മലപ്പുറം ജില്ലയാണ് 2006 വരെ, അതായത് ഡീലിമിറ്റേഷൻ ഉണ്ടാകുന്നത് വരെ ഏറ്റവും കൂടുതൽ നിയമസഭാ മണ്ഡലങ്ങളുണ്ടായിരുന്ന ജില്ല എന്ന് ഞാൻ പറഞ്ഞത് ഒരു വസ്തുതാപരമായ തെറ്റാണ്. ഞാനത് പിന്നീട് പരിശോധിച്ചപ്പോൾ തൃശ്ശൂർ ജില്ലയിലും എറണാകുളം ജില്ലയിലും തിരുവനന്തപുരം ജില്ലയിലും 2006 വരെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ 14 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആദ്യകാലത്ത് സംസ്ഥാന രൂപീകരണത്തിൻ്റെ കാലത്ത് ഒരു ഡ്യുവൽ കോൺസ്റ്റിറ്റ്യുവൻസി എന്നൊക്കെ പറയുന്നൊരു സംഭവമുണ്ട്. കോൺസ്റ്റിറ്റ്യുവൻസീസിൻ്റെ എണ്ണം 140 ആയതൊക്കെ നമുക്ക് പരിശോധിക്കാവുന്നതാണ് ഇതുപോലെ മറ്റ് വീഡിയോകളിലൊക്കെ. അപ്പോൾ 140 അസംബ്ലി സെഗ്മെൻറ്റ്സ് ആയതിനു ശേഷം 14 അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉള്ള 3 ജില്ലകൾ സംസ്ഥാനത്തുണ്ട് എന്ന് ഒരു തെറ്റ് തിരുത്തുന്നത് തിരുവനന്തപുരം, തൃശ്ശൂർ, എറണാകുളമാണ്. അവയാണ് അന്ന് ഈ 3 ജില്ലകളാണ് ഏറ്റവും കൂടുതൽ അസംബ്ലി സെഗ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ജില്ലകൾ. നന്ദി, നമസ്കാരം.